ബിഗ് ബോസ് മലയാളം സീസൺ 6 കഴിഞ്ഞ ദിവസത്തെ നാടകീയമായ സംഭവമായിരുന്നു ജിയോയെ റോക്കി തല്ലിയത്. ഇതിന് പിന്നാലെ റോക്കിയെ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കി. എന്നാൽ റോക്കിയുടെ അടിയിൽ സിജോയുടെ താടിക്ക് ഏറ്റ പരിക്ക് ഗൗരവമേറിയതാണ് എന്നാണ് പുതിയ അപ്ഡേറ്റ്. നേരത്തെ തന്നെ സിജോയുടെ താടിയലിന് പരിക്ക് പറ്റിയെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് സിജോയ്ക്ക് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സിജോയെ കൺഫഷൻ റൂമിൽ വിളിച്ചു വരുത്തി ബിഗ് ബോസ് ഇത് അറിയിച്ചു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും അതിനായി തയ്യാറായി വരാനും ബിഗ് ബോസ് നിർദ്ദേശിച്ചു. പിന്നാലെ സിജോ തൻ്റെ ആശങ്ക അറിയിച്ചു. ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് വലുതാണോ എന്നും താൻ ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരുമോ എന്നുമാണ് സിജോ ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു പോകുന്നത് ചിന്തിക്കേണ്ടെന്നും ശസ്ത്രക്രിയ വിവരങ്ങൾ ഡോക്ടർമാർ വിശദമാക്കും എന്നുമാണ് ബിഗ് ബോസ് അറിയിച്ചത്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരേണ്ടതുണ്ടോ എന്ന് സിജോയോട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ സുഹൃത്തായ വിനുചേട്ടനെ വിളിക്കാനും ബിഗ് ബോസിനോട് ജിയോ ആവശ്യപ്പെട്ടു. അതേസമയം ആശുപത്രിയിലെത്തിയാൽ ഷോ സംബന്ധിച്ച് ആശുപത്രി ജീവനക്കാരുമായോ വിനുചേട്ടനുമായോ ഷോ സംബന്ധിച്ച് ഒന്നും ചർച്ച ചെയ്യരുത് എന്ന പ്രോട്ടോകോൾ പാലിക്കണമെന്നും സിജോയോട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് ശസ്ത്രക്രിയയുടെ കാര്യം പറയരുതെന്നും ഒരു ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നും ബിഗ് ബോസ് നിർദ്ദേശിച്ചു. തുടർന്ന് വീട്ടിലെത്തി വസ്ത്രം മാറി സിജോ കൺഫഷൻ റൂം വഴി ആശുപത്രിയിലേക്ക് പോയി. പുറത്തായ ശേഷം സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് റോക്കി തിരിച്ചെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന റോക്കിയെ ഹാരമണിയിച്ചും തലപ്പാവ് ചൂടിച്ചും ആണ് ആരാധകർ വരവേറ്റത്. ബിഗ് ബോസിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അടിപൊളി ഗെയിം ആയിരുന്നു എന്നും ഞാൻ വലിയ ഗെയിമർ ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ഗെയിമൊന്നും കളിക്കാനും പറ്റിയില്ല, പുറത്ത് എങ്ങനെയാണോ താൻ അതുപോലെ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിലും എന്നും എനിക്ക് പേടിയൊന്നുമില്ല എന്നാണ് റോക്കി പറഞ്ഞത്. സിജോയെ മർദ്ദിച്ച ശേഷം കൺഫഷൻ റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞതിനെക്കുറിച്ചും റോക്കി സംസാരിച്ചു. റോക്കി കരഞ്ഞുമെഴുകിയെന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. 2 കാരണങ്ങൾ കൊണ്ടാണ് താൻ കരഞ്ഞത്. ഒന്നാമത്തേത് 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ അവസരം മിസ്സായി. ഒരാളുടെ ആക്ട് കൊണ്ട് എൻ്റെ റിയാക്ഷൻ എവിടെയോ മിസ്സായി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഫ്രണ്ടായി കണ്ടു. അങ്ങനെ ഒരാളുടെ പുറത്ത് കൈവയ്ക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അയാൾക്കും അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഉണ്ട്. അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും ഓർത്തിട്ടാണ് റോക്കി കരഞ്ഞത്, അല്ലാതെ റോക്കി പേടിച്ച് കരഞ്ഞതല്ല. റോക്കി അന്നും ഇന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാനായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. റോക്കി എങ്ങനെയാണോ പുറത്ത് അതുതന്നെയായിരുന്നു ബിഗ് ബോസിലും. യഥാർത്ഥ റോക്കിക്ക് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ഒന്നും വേണ്ട, ഓൾവേസ് റോക്കി ഗോ ഓൺ ആക്ഷൻ എന്നാണ് റോക്കി പറഞ്ഞത്.